അന്തി ഉറങ്ങാൻ അടച്ചുറപ്പില്ലാത്ത വീടില്ലാതെ ഒരുപാട് പേർ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. അവരുടെ വാർത്തകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കാണാറും കേൾക്കാറും അറിയാറും ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് അങ്ങനെ ഒറ്റപ്പെട്ടു പോയ ഒരാളെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെക്കുറിച്ചോ ഒന്നുമല്ല, മുളന്തുരുത്തി പോലീസിന്റെ അവസ്ഥയെക്കുറിച്ചിട്ടാണ്. നാടിന് കാവലാകുന്ന പോലീസുകാർ കഴിയുന്നത് ഇന്ന് ഇടിഞ്ഞു വീഴാറായ ഒരു ക്വാർട്ടേഴ്സിലാണ്. ഉടൻ പുതിയ കെട്ടിടം നൽകുമെന്ന് PWD പറയാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ നാളുകളൊക്കെ കുറേ ആയെങ്കിലും ഈ ദുർഗതിയിൽ ഇനിയും ഒരു തുടർ നടപടി ഉണ്ടായിട്ടില്ല. ഈ കാണുന്നത് ഒരു കൊള്ള സങ്കേതമോ കുറ്റവാളികളുടെ കൂടാരമോ കൊടിയ ദുരിതത്തിലായ ഒരുവന്റെ കുടിലോ അല്ല. ഇതെന്താണെന്നല്ലേ? നാട് കാക്കുന്നവർക്കും കുടുംബത്തിനും കൂടൊരുക്കേണ്ട കെട്ടിടമാണ് മുളന്തുരുത്തി പോലീസ് ക്വാർട്ടേഴ്സ്. പോലീസ് ക്വാർട്ടേഴ്സോ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസോ എന്ന് സംശയം തോന്നിയാലും തെറ്റില്ല. ലുക്കിൽ ഭാർഗവി നിലയമായിട്ടില്ലേലും കാലപ്പഴക്കവും കെട്ടിടത്തിന്റെ ജീർണാവസ്ഥയും കൊണ്ട് അതിനെയും വെല്ലും. ചുറ്റുപാടും മാത്രമല്ല വന്യത, അകവും പുറവും ഒരുപോലെ ഭയപ്പെടുത്തും. ഈർപ്പം നിറഞ്ഞ ചുവരുകൾ കണ്ടാൽ ഇപ്പോൾ അടർന്നു വീഴുമെന്ന് തോന്നിപ്പിക്കും. പരസ്പരം പിരിയാൻ കാത്തിരിക്കുന്ന ജനലും വാതിലും. പതിനാല് ക്വാർട്ടേഴ്സിൽ 3 എണ്ണത്തിലെ ഇപ്പോൾ പോലീസുകാർ താമസിക്കുന്നുള്ളൂ. എന്നാൽ 14 ഇഴജന്തുക്കൾ പതിവ് സഞ്ചാരികളാണ്. ഉടൻ പുതിയ കെട്ടിടമെന്നാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ മാറാല പിടിച്ച വാക്ക്. പരാതിയുമായി ജനം പാഞ്ഞെത്തുന്നത് ഇവരിലേക്കാണ്. എന്നാൽ ഇവരുടെ പരാതിയും പ്രശ്നങ്ങളും കാണേണ്ടുന്നവർ ഗൗനിക്കുന്നില്ലെന്ന് മാത്രം. ഒരു കരച്ചിലിന് കളമൊരുക്കാതെ കനിവുണ്ടായിടണം. ബിനു പാവമ്പയ്ക്കൊപ്പം ആദിത്യനോമനക്കുട്ടൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. പ്രദീപ് ജോസഫ് ഉണ്ട് നമുക്കിപ്പം. പ്രദീപ്, ഗുഡ് മോർണിംഗ്. ഈ വിഷ്വൽസ് കാണുമ്പോഴുണ്ടല്ലോ നമുക്ക് തോന്നുന്ന ഒരു കാര്യം, എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ ഇത് ഒരു ജനവാസമുള്ളൊരു വീട് തന്നെയാണോ, ആൾക്കാർക്ക് താമസിക്കാൻ പറ്റിയൊരു വീട് തന്നെയാണോ എന്നാണ് ആദ്യം തോന്നിയത്. മാത്രമല്ല ആ വീടിൻ്റെയൊക്കെ ഒരു ദുരവസ്ഥ, ക്വാർട്ടേഴ്സിൻ്റെ ദുരവസ്ഥ എന്ന് വെച്ചാൽ കമ്പിയൊക്കെ ഇങ്ങ് പുറത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഏത് സമയം വേണമെങ്കിലും ഇടിഞ്ഞു വീഴാൻ പാകത്തിലുള്ള ഒരു കെട്ടിട സമുച്ചയം എന്ന് മാത്രമേ അതിനെ പറയാൻ കഴിയുള്ളൂ. നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, ജനങ്ങളുടെ പരാതികൾ പരിഹരിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനും രാപ്പകൽ ഭേദമില്ലാതെ ഓടി നടക്കുന്ന പോലീസുകാർ. അവരിനി പോയി ആരോട് പരാതി പറയാനാണ് ഈ ഒരു കാര്യത്തിൽ, അല്ലേ പ്രദീപ്? ഗുഡ് മോർണിംഗ് സദു. അതെ, നമുക്കറിയാം, നമുക്ക് വേണ്ടി രാവും പകലും മഞ്ഞിലും മഴയിലും വെയിലിലും ഒക്കെ സദാ സേവന സന്നദ്ധരായി ഏത് രംഗത്തും പാഞ്ഞെത്തുന്നവരാണ് നമ്മുടെ പോലീസുകാരെന്ന് പറയുന്നത്. പക്ഷേ അവർ അന്തി ഉറങ്ങാൻ ചെല്ലുമ്പോൾ പേടിയോടുകൂടി അന്തി ഉറങ്ങേണ്ടുന്ന ഒരു സാഹചര്യമാണ് മുളന്തുരുത്തിയിലെ ഈ പോലീസ് ക്വാർട്ടേഴ്സിലുള്ളത്. ആദിത്യൻ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ 14 ക്വാർട്ടേഴ്സുകളാണുള്ളത്. അതിൽ 3 എണ്ണത്തിൽ മാത്രമേ താമസക്കാരുള്ളൂ. 3 എണ്ണത്തിൽ മാത്രമേ താമസക്കാരുള്ളൂ എന്ന് പറഞ്ഞാൽ പോലീസുകാർ 3 എണ്ണത്തിൽ മാത്രമേ താമസക്കാരായുള്ളൂ. ബാക്കി ഏതാണ്ട് 11 എണ്ണത്തിൽ തന്നെ ഇഴജന്തുക്കൾ എല്ലാ ദിവസവും താമസിക്കാൻ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താമസിക്കുന്ന 3 കുടുംബങ്ങളും പേടിയോടുകൂടി തന്നെയാണ് കഴിയുന്നത്. പക്ഷേ നമുക്കറിയാം, പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യങ്ങളെക്കുറിച്ച് പരസ്യമായി ഒന്നും പ്രതികരിക്കാനാവില്ല. അത് പിന്നീട് ശിക്ഷാ നടപടികൾക്കും അച്ചടക്ക നടപടികൾക്കും ഒക്കെ കാരണമാകും. എന്തായിരുന്നാലും നാട്ടുകാരിൽ ചിലരാണ് ഈ പോലീസ് ക്വാർട്ടേഴ്സിൻ്റെ ഈ ഒരു അവസ്ഥ നമ്മളെ വിളിച്ചറിയിച്ചത്. അതനുസരിച്ചാണ് നമ്മളോട് ചെല്ലുന്നതും. വാർത്തയിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഏതോ ഒരു വനത്തിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഓഫീസാണോ ഇതെന്ന് ആദ്യ കാഴ്ചയിൽ നമുക്ക് തോന്നും. ഏതാണ്ട് 3 തവണയായി PWDക്ക് ഈ കെട്ടിടം പൊളിച്ച് പുതിയ കെട്ടിടം പണിയണം എന്ന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ശരിയാക്കാം എന്ന് PWD പറയാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. പക്ഷേ ഇനിയും ശരിയാക്കിയിട്ടില്ല. ഒരു അപകടത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സങ്കടത്തിന് വഴിവെക്കാതെ എത്രയും പെട്ടെന്ന് ഈ പഴയ ക്വാർട്ടേഴ്സ് പൊളിച്ചു മാറ്റി നല്ല ക്വാർട്ടേഴ്സുകൾ ഉണ്ടാക്കി വേണം എന്നുള്ളതാണ് പോലീസുകാർ ഉൾപ്പെടെ ഉന്നയിക്കുന്ന ആവശ്യമെന്ന് പറയുന്നത്. എത്രയും പെട്ടെന്ന് സ്വസ്ഥമാകും എന്ന് തന്നെ കരുതാം. കാരണം സ്വസ്ഥമായി കിടന്നുറങ്ങാനാകുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ എങ്ങനെ അവർക്ക് മനസ്സമാധാനത്തോടെ അല്ലെങ്കിൽ സ്വസ്ഥതയോടെ ജോലി ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ടെന്ന് നമുക്ക് തന്നെ അറിയാം. എന്തായിരുന്നാലും എറണാകുളം നഗരത്തിൽ നിന്ന് ഒരുപാട് മാറിയൊന്നുമല്ല മുളന്തുരുത്തി എന്ന് പറയുന്ന പ്രദേശം. മുളന്തുരുത്തിയിലെ ഈ പോലീസ് ക്വാർട്ടേഴ്സിലെ മറ്റ് ക്വാർട്ടേഴ്സുകൾ കൂടി ഭംഗിയാക്കിയാൽ, അതായത് പുതുക്കി പണിത് നന്നാക്കിയാൽ കൂടുതൽ കുടുംബങ്ങൾക്ക് അവിടെ താമസിക്കാൻ അവസരം ഒരുങ്ങുകയും ചെയ്യും. അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് തന്നെ കരുതാം. കാരണം നമുക്ക് വേണ്ടി തുടക്കത്തിൽ പറഞ്ഞതുപോലെ മഞ്ഞിലും മഴയിലും വെയിലിലും ഏത് സംഘർഷ സ്ഥലത്തും പണിയെടുക്കുന്നവരാണ് പോലീസുകാർ. സുരക്ഷിതമായ അഭയസ്ഥാനം അവർക്ക് ഒരുക്കേണ്ടത് പോലീസ് അസോസിയേഷൻ്റെയും സർക്കാരിൻ്റെയും കൂടി കടമ തന്നെയാണ്.